ജൂലൈ 11-12 കോലഞ്ചേരിപ്പള്ളി പെരുന്നാൾ സാധാരണ മഴയത്തെ എല്ലാ കൊല്ലം വരാറുള്ളത്. കഴിഞ്ഞ കൊല്ലം ഫുൾ വെയിലത്തായിരുന്നു. സാധാരണ എല്ലാ കൊല്ലം മഴ ഉണ്ടാവാറുണ്ട് കോലഞ്ചേരിപ്പള്ളി പെരുന്നാളിന്. ഇപ്പം അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, പണ്ടത്തെ പോലുള്ള തിരക്കൊന്നുമില്ല. പണ്ട് ആളുകൾ വന്നുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഈ ചെടികളൊക്കെ മേടിക്കാനായിട്ടാണ്. അന്ന് ഈ കാർഷികപരമായ എല്ലാ സാധനങ്ങളും കോലഞ്ചേരിപ്പള്ളി പെരുന്നാളിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ചെടികൾ, തൈകൾ, തെങ്ങും തൈ, മാവും തൈ, മറ്റേ പ്ലാവും തൈ, അങ്ങനെ എല്ലാ തൈകളും വരുമായിരുന്നു. പിന്നെ ഈ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കോലഞ്ചേരിപ്പള്ളി പെരുന്നാളിന് വിൽക്കാൻ വരുമായിരുന്നു. അപ്പോൾ അന്ന് ഈ എറണാകുളം ജില്ലയിലെ നല്ല സ്ഥലത്തുനിന്ന് ഒരുപാട് ആളുകളിവിടെ വരുമായിരുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ ജാതിക്കാരും ഈ കാർഷിക ഐറ്റംസ് മേടിക്കാനായിട്ട് വരുമായിരുന്നു കോലഞ്ചേരിപ്പള്ളി പെരുന്നാളിന്. ഇപ്പം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല കൃഷിയൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ആർക്കും, കൃഷിയൊക്കെ കുറഞ്ഞില്ലേ, ഒരുപാട് കുറഞ്ഞു. പണ്ടത്തെ പോലെ ഇപ്പോൾ കൃഷിയുണ്ടോ? കൃഷിയില്ലാണ്ടായി. മറ്റേ കാർഷിക ആവശ്യങ്ങൾക്ക് അത്രയും എക്യുപ്മെൻറ്റ്സിന് ആളുകൾ മറ്റ് ഇതിലേക്ക് തിരിഞ്ഞു. എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഒരു 90% 80% കാർഷികമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 30% പോലും കാണില്ല ആളുകൾ കാർഷിക ഇതായിട്ട് ജീവിക്കണവർ. കേരളത്തിൽ, ഇന്ത്യയിൽ 50% ആയിട്ട് കുറഞ്ഞാണ് എനിക്ക്. ഈ കർഷകരുടെ എണ്ണം ഒരുപാട് കുറഞ്ഞു. കൃഷി ചെയ്യുന്ന കേരളത്തിൽ കുറഞ്ഞു ഒരുപാട്. മറ്റേ UP-യിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അല്ല, UP അല്ല, മറ്റേ സ്റ്റേറ്റുകളില്ലേ, മറ്റേ സ്റ്റേറ്റുകളിൽ ഇപ്പോഴും കാർഷിക ഇത് ഒരുപാടുണ്ടോയെന്ന് അറിയില്ല. കേരളത്തിൽ അതിൽ ആ കൃഷിയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ കൃഷികളുണ്ട്, ചെറിയ ചെറിയ കൃഷികളും മത്സ്യം ഒക്കെ ഉണ്ട്. എന്നാൽ മറ്റേ വിറ്റ് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ നമ്പർ ഒരുപാട് കുറഞ്ഞു. ആളുകൾ മറ്റ് ജോലി രംഗങ്ങളിലേക്ക് മാറി. തിരക്കുണ്ടാവില്ല, വൈകുന്നേരമായിരിക്കും തിരക്ക്. പിന്നെ ഇപ്പം പഴയ മറ്റുള്ള പ്രോമിനൻസ് ഒന്നുമില്ല, ഇതൊക്കെ കുറഞ്ഞു വരും. ഈ പള്ളി പെരുന്നാൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ജനസംഖ്യ പതുക്കെ ആളുകൾ കുറഞ്ഞു വരും. ഈ പള്ളി പെരുന്നാളിനനുസരിച്ച് ഫുഡ് കൊടുക്കുന്നത് അതൊക്കെ ക്രമേണ അതൊക്കെ കുറഞ്ഞില്ലാണ്ടായി വരും. രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പുല്ലുവെട്ടൽ. പള്ളിക്കാരെ ഏൽപ്പിച്ചായിരിക്കും വഴി.
അങ്ങോട്ടൊന്നും പള്ളിക്കാരെ ഏൽപ്പിക്കാൻ വഴിയില്ല. പഞ്ചായത്തിൽ നിന്നല്ലായിരിക്കും. അപ്പൊ ഞാൻ കയറിയൊന്നും കണ്ടില്ല, ഒരു മയമില്ലാണ്ട്. അതിനൊക്കെ ആര് ലൈസൻസ് കൊടുത്തു? ലൈസൻസ് കൊടുത്തവന് വിളിച്ച 4 ചീത്ത പറയണം.